ആലപ്പുഴ ചെങ്ങന്നൂരിൽ നബിദിന ഘോഷയാത്രയ്ക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. കൊല്ലക്കടവ് സ്വദേശികളായ 3 കുട്ടികൾക്ക് പരിക്കേറ്റു. സംഘാടകർ കുട്ടികളെ മാറ്റിയതോടെ വൻ ദുരന്തമൊഴിവായി. കാറിലുള്ളവരെ നാട്ടുകാർ വെൺമണി പോലീസിൽ ഏൽപ്പിച്ചു. വിവരങ്ങളുമായി നമ്മോടൊപ്പം അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, ഈ ഘോഷയാത്രയ്ക്കിടെയാണ് ഈ സംഭവമെന്ന് പറയുന്നു. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? അമിത വേഗതയായിരുന്നു? മനഃപൂർവ്വം ചെയ്തതാണോ? എന്താണ്? അഞ്ജലി, ഏതായാലും ഈ ഒരു നബിദിന ഘോഷയാത്രക്കിടയിലേക്ക് കാർ ഇടിച്ച് കയറുന്ന ആ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. അങ്ങേയറ്റം ഭയപ്പാടോടു കൂടിയാണ് ഈ ഒരു ദൃശ്യങ്ങളടക്കം ആളുകൾ കാണുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏതായാലും വെൺമണി പോലീസിൽ ഈ പ്രതികളെ എത്തിച്ചിട്ടുണ്ട്. അനുരാജ്, പത്തനംതിട്ട സ്വദേശി ആയിട്ടുള്ള ബാബു, മകൻ അബിൻ തുടങ്ങിയവരാണ്. അതായത് ബാബുവിന്റെ മകനായിട്ടുള്ള അബിൻ എന്നിവരടക്കമുള്ള ആളുകളാണ് ഈ കേസിൽ പ്രതിപ്പട്ടികയിൽ ഉള്ളത്. ഏതായാലും ഇന്ന് വൈകിട്ട് ഒരു 5 മണിയോട് അടുപ്പിച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. കൊല്ലക്കടവ് മുസ്ലിം ജമാഅത്തിലെ നബിദിന ഘോഷയാത്രയ്ക്കിടെയാണ് MK റോഡിലൂടെ, അതായത് ചെങ്ങന്നൂർ MK റോഡിലൂടെ കടന്നു പോകുന്ന കൊടുക്കളഞ്ഞി ഭാഗത്തു നിന്നും എത്തിയ കാറ് അപകടം ഉണ്ടാക്കിയത്. കാറ് നിയന്ത്രണം വിട്ട നിലയിൽ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 9 വയസ്സുകാരായിട്ടുള്ള കൊല്ലങ്കടവ് സ്വദേശികളായിട്ടുള്ള ബാസിദ്, ഹാറൂൺ, മുഹമ്മദ് ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടികൾക്ക് ആപത്തൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. ഈ കാറിലുള്ളവരെ നാട്ടുകാർ ഉടൻ തന്നെ തടഞ്ഞു നിർത്തി വെൺമണി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ കാറ് നിയന്ത്രണം വിടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാനുണ്ടായ ഒരു കാര്യം എന്തായിരുന്നു എന്ന കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. അഞ്ജലി.